കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ദൈവവചനം കേൾക്കുവാനും ബലപ്പെടുവാനും കർത്താവ് നമുക്ക് ഒരവസരം കൂടെ തന്നിരിക്കുക. ഇന്ന് കർത്താവിൻ്റെ ദാസൻ തോമസ് ഊട്ടി ബ്രദർ കഴിഞ്ഞ സൺഡേയിൽ കോട്ടയത്ത് എമലിഫീസ്റ്റിൻ്റെ സഭായോഗത്തിൽ പറഞ്ഞ വളരെ നല്ല ഒരു സന്ദേശമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്ന് കേൾക്കുന്നതായ ഈ വചനങ്ങൾ അത് എന്താണെന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്കിന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ലോകത്തിലെ ഏറ്റവും മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു ശരീരം ഓപ്പറേഷൻ ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മൂർച്ചയേറിയ കത്തിയാണ് ഓപ്പറേഷന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കത്തി. വളരെ പ്രിസിഷൻ ആയിട്ട് അത് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കത്തില്ല. അത്ര ക്ലിയറാണ്, അത്ര മൂർച്ച ഉണ്ടെങ്കിൽ നമ്മൾ ഷേവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലേഡിനേക്കാൾ വളരെ കൃത്യതയോടെ മൂർച്ചയുള്ളത്. ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ഏറ്റവും മൂർച്ചയേറിയ കൃത്യതയോടെ ഒരു ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന കത്തി പോലെയാണ് അവിടെ പറയുന്നത്. ദൈവം നല്ലൊരു ഓപ്പറേഷൻ നടത്തുന്നയാളാണ്. ദൈവത്തിൻ്റെ തുടക്കം തന്നെ ഒരു ഓപ്പറേഷനോടുകൂടി ആയിരുന്നു. ഏദൻ തോട്ടത്തിൽ ആദാമിന് അനസ്തേഷ്യ കൊടുത്തിട്ട് മയക്കി ആദാമിൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത്, പ്രൈസലോ, എല്ലാവരും ഓപ്പറേഷൻ കഴിയുമ്പം എന്തോ ഒരു ക്ഷീണത്തോടെയാണ്. പക്ഷേ ആദാമിൻ്റെ മാത്രം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരിയായ ഒരു നല്ലൊരു പങ്കാളി മുമ്പിൽ നിൽക്കുക. ഹല്ലേലൂയ. അങ്ങനെ നല്ലൊരു ഓപ്പറേഷൻ കർത്താവ് ചെയ്തു. അടുത്തിരിക്കുന്ന പറഞ്ഞാൽ കർത്താവ് ഓപ്പറേഷൻ ചെയ്യാൻ ബെസ്റ്റ് ഫലങ്ങളുണ്ടാകുന്നു. സഹോദരിമാർ തമ്മിലൊന്ന് കൈവിടുത്ത് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സുന്ദരിമാരുണ്ടാകുന്നു. അതാണ് കർത്താവ് ഓപ്പറേഷൻ ചെയ്യാറുള്ള ഗുണം, അല്ലേ? ഇവിടെ ആ ഓപ്പറേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. എന്നിട്ട് അത് പിന്നെ തുടർന്നൊരു ഓപ്പറേഷന്റെ കാര്യമാണ് പറഞ്ഞത്. അത് എന്ത് ചെയ്യുന്നു? പ്രാണനെയും ആത്മാവിനെയും തമ്മിൽ വേർപിടിപ്പിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ലോകത്തിൽ ഒരു ഡോക്ടറുടെയും കത്തിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കർത്താവിൻ്റെ കത്തി കൊണ്ട് നിർവഹിക്കുമെന്നാ ഇവിടെ പറയും. പ്രാണനെയും ആത്മാവിനെയും തമ്മിൽ വേർപിടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. അതാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന്, അല്ലേ? അപ്പം ഞാൻ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാട്ടെ. എന്താണ് ഈ വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ? മനുഷ്യനെ ശോഭയുള്ള ഗ്ലോറിയിൽ ദൈവത്തിൻ്റെ തേജസ്സിലല്ലേ സൃഷ്ടിച്ചത്, അല്ലേ? എബ്രായ ലേഖനത്തിൽ 8-ാം സങ്കീർത്തനം എടുത്തു പറയുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയണ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ആ തേജസ് കാണുന്നില്ല. റോമാലേഖനം പറയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? ഗ്ലോറി, തേജസ്, മഹത്വം. മനുഷ്യനെ ദൈവം ഗ്ലോറിയോടുകൂടിയാണ് സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അപ്പം ഇതുപോലെ ഒരു വസ്ത്രം അവന് ആവശ്യമായിരുന്നില്ല.
യേശുവിൻ്റെ അതേ ഗ്ലോറിയാണ് ദൈവം നമുക്ക് മടക്കി തരുന്നത്. യേശുവിനെ പൗലൂസ് കണ്ടപ്പോൾ എങ്ങനെ കണ്ടത്? സൂര്യനെ കവിയുന്ന തേജസ്സില്ല. കർത്താവ് വരുമ്പോൾ നമ്മളും അതുപോലെ ആകുമെന്നാണ് 1 യോഹന്നാൻ 3:3 പറയുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും. ഒരിക്കൽ നമ്മൾ അഥവാ മാനവജാതി ഓരോ സൂര്യന്മാരായിരുന്നു. 2 സൂര്യഗോളങ്ങളാണ് ഏദൻ തോട്ടത്തിൽ കൂടെ നടന്നത്. ഒരു സൂര്യൻ, ഇതാ 2 സൂര്യന്മാരങ്ങനെ നടക്കുകയാണ്. പക്ഷെ പാപം എന്ന അന്ധകാരം, സാത്താൻ എന്ന അന്ധകാര ശക്തി അവരിൽ വന്നതോടുകൂടെ വെളിച്ചം പോയി, അവരിൽ ഇരുളുണ്ടായി. എന്നാൽ വീണ്ടും മാനവജാതിയെ ആ ഗ്ലോറിയിലേക്ക് മടക്കി വരുത്തുന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. സ്തോത്രം. ബൈബിൾ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, റിഡംഷൻ ഓഫ് ദ ഫോളൻ മാൻകൈൻഡ്, വീണുപോയ മാനവജാതിയുടെ വീണ്ടെടുപ്പ്. ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞ, ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഒറ്റ വാക്കിൽ പറഞ്ഞ എന്താണ്? വീണുപോയ മാനവജാതിയുടെ വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവിടെ ഇരുന്ന ഒരു സാധനം താഴേക്ക് പോയി, വീണ്ടും അതേ പൊസിഷനിൽ എത്തിക്കുന്നതിനെ എന്തോ പറയുന്നത്? വീണ്ടെടുക്കുക. അങ്ങനെ മാനവജാതിയെ വീണ്ടെടുക്കുവാൻ യാഗ വഴിപാടുകൾക്കൊന്നും സാധിച്ചില്ല, അല്ലേ? അതുകൊണ്ടാണ് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്തിന് പാപത്തെ നീക്കാനുള്ള കഴിവില്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ മഹത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക. ബ്രിങ്ങിങ് ബാക്ക് ടു ദ ഒറിജിനൽ ഗ്ലോറി. ഗ്ലോറിയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ. ഉറക്കെ പറഞ്ഞാട്ടെ. ഓ സ്തോത്രം. ആ വീണ്ടെടുപ്പിന് 3 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം നമ്മളിലെല്ലാം നടന്നു കഴിഞ്ഞു. അതെന്താണ്? യേശുവിനെ, ഈ നീതി സൂര്യനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ പാപത്തിൻ്റെ അന്ധകാരവും അന്ധകാര ശക്തിയും നമ്മളിൽ നിന്ന് ഇറങ്ങി ഓടി നമ്മുടെ ഉള്ളിൽ വെളിച്ചം വന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:4 മുതൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ് എവിടെ വന്നു കഴിഞ്ഞു? എൻ്റെ ഉള്ളിൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. വീണ്ടെടുക്കപ്പെട്ടതാണ് ആത്മാവ്. പക്ഷെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? വീണ്ടെടുക്കപ്പെട്ടില്ല. നമ്മുടെ ശരീരം എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശരീരവും മനസ്സും എപ്പോഴും വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനെ താഴോട്ട് വലിക്കാൻ നോക്കും. വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് ഉയരത്തിൽ പോവുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് തന്നെ അതിനെ വടം വലിക്കുന്ന പോലെ തിരിച്ചു വലിക്കുന്നൊരു ഭാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഉയർച്ചയെ തടയുന്നത് അയൽവാസി അല്ല, ഓഫീസിലെ ബോസ് അല്ല, എന്നിലും നിങ്ങളൊരു ഉയരത്തിൽ കൊണ്ട് വെച്ചിരിക്കുന്നതിനെ താഴോട്ട് പിടിച്ചൊതുക്കുന്നത് നമ്മളിലെ തന്നെ ജഡമാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെ മൂർച്ചയുള്ളതാക്കി താഴോട്ട് പിടിക്കുന്നവനെ കട്ട് ചെയ്ത് മാറ്റി നമ്മളുടെ ആത്മാവിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകും. അതിന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനൊന്ന് ദൈവവചനം കേൾക്കണം, വേറൊന്ന് ആത്മാവിൽ ദൈവത്തെ അന്ന് ആരാധിക്കുകയും നല്ല പാട്ട് പാടുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യും നമ്മുടെ ആത്മാവ് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് ഉയരുന്ന. അപ്പോൾ സ്തോത്രം, അതാണ് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പം ഉള്ളിൽ ഇങ്ങനെ അങ്ങ് പൊങ്ങി പൊങ്ങി പൊങ്ങി? അടുത്തിരിക്കുന്ന ആളെ പൊങ്ങി പോകുന്നതല്ല, അവിടെ ആരും ഇരുന്നത് ഇപ്പം ബോധ്യപ്പെട്ടെന്നേ ഉള്ളൂ.
ആത്മാവിൽ ആരാധിച്ചപ്പം പൊങ്ങി പൊങ്ങി പോയതല്ല, ജഡം താന്ന് പോയതാ. അപ്പോഴാണ് നീ ഇരുന്നിടം സ്വർഗസ്ഥലമാണെന്ന് പിടികിട്ടിയത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കുന്നത്? 1-2 പേരുടെ പറഞ്ഞ് ഇടയ്ക്ക് ഈവനിങ് വോക്കിന് ഭൂമിയിലോട്ട് പോരുമെന്ന് പറഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഉയർപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കുകയാണ്? നമുക്ക് ആ വചനം ഒന്ന് വായിച്ചു നോക്കാം. ഇനി എന്തിനാ ഉയർത്തനെ? ഒരു വിധത്തിൽ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് നമ്മളിനി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഉയർച്ച തന്നെ പ്രാപിച്ചിരിക്കുക. ഇനി ഉയരാനൊന്നുമില്ല, ഉയരങ്ങളിൽ കൊണ്ട് ഇരുത്തിയിരിക്കുക. ഇനി ഇതിന് മുകളിൽ ഒരു സ്ഥലമില്ല. നമ്മളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം പറയുന്നു, ഒന്ന് ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൻ്റെ ഒടുവ് മുതൽ വായിക്കണം. 1-ാം അധ്യായത്തിൻ്റെ ഒടുവ് മുതൽ എവിടം വരെയാണ് യേശുവിനെ ഉയർത്തിയത്? അവിടെ നമ്മളെ ഉയർത്തി. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് എന്ന് പറയുന്നുണ്ടല്ലോ എഫേസ്യർ 1-ന്റെ ഒടുവിൽ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ നമ്മുടെ ഉയരങ്ങളിൽ നമ്മളെ ഇരുത്തുന്നതും, ഉയരത്തിലിരിക്കുന്നത് ബോധ്യപ്പെടുത്തുന്നതും, ഉയരത്തിലേക്ക് ഉയർത്തുന്നതും എല്ലാം ആരാ? പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഉയർത്തുന്നതാണ്. ഇവിടെ പുനരുദ്ധാന ശക്തി എന്ന് പറയുന്നതും ആരൊക്കെ തന്നെയാണ്? പരിശുദ്ധാത്മാവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഒന്നുകൂടെ വായിക്കാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. അപ്പൊ യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു. 3-ാം നാൾ എന്ത് സംഭവിച്ചു? അവനിലേക്ക് പുനരുദ്ധാന ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ കല്ലറയ്ക്കുള്ളിലേക്ക് വ്യാപരിച്ചു. അതേ ശക്തിയാണ് ഇന്ന് മർത്യ ശരീരങ്ങളിൽ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ കല്ലറയിൽ നിന്ന് ആ ശരീരം ഉയർന്നോ അതുപോലെ തന്നെ വീണ്ടെടുക്കപ്പെടാത്ത മനസ്സിന്റെ പിടിയിൽ നിന്ന്, ശരീരത്തിന്റെ പിടിയിൽ നിന്ന് ആത്മാവിൽ നിറയുന്ന ഒരു ദൈവ പൈതൽ ഈ ലോകത്തിലെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ അങ്ങ് ഉയർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മളോർക്കും അപ്പോസ്തലന്മാർ ജയിലിൽ ആരാധിച്ചെന്നല്ല, അവർ ഉയരത്തിലാണ് ആരാധിച്ചത്. നമ്മളോർക്കും പത്രോസ് ജയിലിന്റെ തണുത്ത തറയിലാണ് ഉറങ്ങിയെന്നല്ല, അവൻ സ്വർഗസ്ഥലങ്ങളിലായിരുന്നു. അങ്ങനെ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് ആരെ സ്വർഗത്തിൽ കൊണ്ടുപോകണ്ട. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. അത് പ്രകാശം കൈവരിച്ചിരിക്കുകയാണ്. അത് വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ നമ്മളുടെ പ്രശ്നം ഇതാണ്. നമ്മുടെ ജഡം, നമ്മുടെ വീണ്ടെടുക്കപ്പെടാത്ത മനസ്സ്, താണ് ചിന്തിക്കുന്ന മനസ്സ്, ഭൂമിയിലുള്ളതേ നമുക്ക് ചിന്തിക്കാൻ അറിയുള്ളൂ. നമ്മുടെ ബുദ്ധി വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതൊരു പ്രോസസ്സാണ്. അതാണ് മനസ്സ് പുതുക്കി ദൈവവചനപ്രകാരം ചിന്തിക്കാൻ എൻ്റെ മനസ്സിനെ ഞാൻ പഠിപ്പിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. സ്വന്തം തലക്കിട്ടൊന്ന് തൊട്ടിട്ട് പറ, നീ കാണുന്നതല്ല യഥാർത്ഥം, നീ കാണാത്ത ഒന്നുണ്ട്. ഹല്ലേലൂയ. തങ്കു ബ്രദർ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും അതൊന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഐ ആം എ സ്പിരിറ്റ് living in a body, having a temporary natural experience. അതിൻ്റെ കൂടെ ഒരു വാക്കൂടെ ഞാൻ കൂട്ടുകയാണ്, to accomplish a mission. മലയാളത്തിൽ പറയാം, ഞാൻ ഒരാത്മാവാണ്, ശരീരമല്ല. അടുത്തിരിക്കുന്ന ഇതല്ല നിങ്ങൾ. വേണേ 1-2 പേര് ഇടിഞ്ഞു പറഞ്ഞാൽ എൻ്റെ തനിരൂപം നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കാണുന്ന അല്ല ഞാനെന്ന് പറഞ്ഞാൽ. യേശുക്രിസ്തുവിൻ്റെ കൂടെ ഈ ശിഷ്യന്മാർ 3.5 കൊല്ലം നടന്നപ്പം അറിയാതെ എന്നാ ഉണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ലെവലിൽ ചിന്തിച്ചോന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹോദരനാന്ന് പറഞ്ഞിട്ടുണ്ട്, മണവാളനാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നാ ഉണ്ട് അച്ചായ എന്ന് ചോദിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് പോകാനൊക്കത്തില്ല. അതുകൊണ്ടായിരിക്കണം കർത്താവ് ഇടയ്ക്കൊന്ന് മലയുടെ മുകളിൽ കയറിയിട്ട് താൻ ആരാന്നൊന്ന് കാണിച്ചു കൊടുക്കും. ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത, പ്രൈസ് ദി ലോർഡ്, കർത്താവ് തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു. ഒരു ശരീരത്തിൽ ഒതുങ്ങിയത്. ഇതുപോലെ തന്നെ യേശുവിനെ സ്വീകരിച്ച ദൈവത്തിൻ്റെ മക്കൾ ഇപ്പോൾ ഞരങ്ങിക്കൊണ്ട് ഈ ബോഡിക്കകത്തിരിക്കുകയാണ്. എന്നാൽ അവനൊന്ന് വെളിപ്പെട്ടു വരുന്ന ദിവസമുണ്ട്.
ഓ, കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവമക്കൾ വചനം കേൾക്കുമ്പോൾ ഇരുവായ്ത്തല വാള് അകത്തോട്ട് ഇറങ്ങിച്ചെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂർച്ചയേറിയ ഓപ്പറേഷൻ കത്തിയേക്കാൾ ശക്തിയുള്ള ഈ വചനം അകത്തോട്ട് ചെന്ന് ജഡത്തിൻ്റെ ചിന്തകളുടെ പിടിയിൽ നിന്ന്, നെഗറ്റീവ് പിടിയിൽ നിന്ന്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത, അത്ഭുതങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത ആ മനസ്സിൻ്റെ പിടിയിൽ നിന്ന് അവിടെ ഒരു ഓപ്പറേഷൻ നടക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും ഞാൻ പറയട്ടെ, നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ തന്നെയാണ്. ആത്മാവിൽ ആരാധിക്കുമ്പോൾ പൊങ്ങി പൊങ്ങി പോകുന്ന പോലെ തോന്നില്ലേ? വീണ്ടും ഞാൻ പറയാം, പൊങ്ങി പൊങ്ങി പോകുന്നതല്ല, ജഡം താന്ന് താന്ന് പോകുന്നത്. കൈ കൊടുത്ത് പറ, നിങ്ങൾ അവിടെ തന്നെയായിരിക്കുന്നത്. ഉയരത്തിലാണെന്ന് പിന്നീടാണ് പിടികിട്ടുന്നത്. പ്രൈസലോ, പ്രൈസലോ. ഈ വള്ളമൊക്കെ ചിലടത്ത് കെട്ടിയിടുന്ന പോലെ നമ്മൾ എങ്ങോട്ടോ പോകാതിരിക്കാൻ ചിലതൊക്കെ നമ്മളെ പിടിച്ചൊതുക്കിയിട്ടുണ്ട്. ആ പിടികളൊക്കെ ഒന്ന് പൊട്ടട്ടെ. പൊട്ടട്ടെന്ന്, പൊട്ടട്ടെ, പൊട്ടട്ടെ. ഒറിജിനൽ നിന്നെ തൊടാൻ ഈ ലോകത്തിൽ ഒന്നിനും ശക്തിയില്ല. നിന്റെ ശരീരം ദ്രവിക്കും, പക്ഷെ അകത്ത് വിതച്ചത് ഇൻകറപ്റ്റബിൾ സീഡാണ്. ദ്രവിക്കാത്ത വിത്തിനാൽ, കെട്ടുപോകാത്ത വിത്തിനാൽ ലോകത്തിൽ ഒരു കടഭാരത്തിനോ പ്രതിസന്ധിക്കോ ജയിലിനോ ജയിലറയ്ക്കോ തകരുന്ന കപ്പലിനോ മരണത്തിനോ കല്ലറയ്ക്കോ പോലും പിടിച്ചൊതുക്കാൻ കഴിയാത്ത വീണ്ടും ജനിച്ച ഒരു ആത്മാവാണ് എന്നെ കേൾക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഓരോ മക്കളുടെയും ഉള്ളിലുള്ളത്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ ആത്മനിറവിൽ ജീവിക്കണം, ആത്മനിറവിൽ ജീവിക്കണം. ആത്മാവ് വരുമ്പോൾ ഉയർത്തുകയാണ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി. അടുത്തിരിക്കുന്ന ആളവിടെ, നിങ്ങളുടെ മരിച്ചവനിൽ നിന്നൊന്ന് ഉയരണം. മരണത്തിലേക്ക് പോകുന്ന ശരീരത്തിൽ നിന്ന് ഉയരണം. മരണത്തിലേക്ക് പോകുന്ന ചിന്തകളിൽ നിന്ന് ഉയരണം. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവൻ. മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന, നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, നെഗറ്റീവ് ചിന്തിപ്പിക്കുന്ന എല്ലാം തീർന്നു അയ്യോ പൊത്തോ വെക്കുന്ന ആ ബന്ധനത്തിൽ നിന്ന് നമ്മളെ മുറിച്ചു മാറ്റി ആത്മാവ് ഉയരങ്ങളിൽ പോകുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. അതാണല്ലോ നമ്മൾ വായിക്കുന്നത്. വാസ്തവത്തിൽ ഇനി കർത്താവ് നമ്മളെ ഉയർത്താനൊന്നുമില്ല. ഉയർത്തണേ ഉയർത്തണേ എന്ന് പറയണ്ട. ഉയർത്താവുന്നിടത്തോളം ഉയർത്തി. ഇനി അതിന് മീതെ ഒരിടവുമില്ല, അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടുന്ന് പിടിച്ച് താക്കാൻ എൻ്റെ ജഡിക ചിന്തകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ നിരാശകൾ, എൻ്റെ വൈരാഗ്യങ്ങൾ, എൻ്റെ അഹന്തകൾ എന്നെ പിടിച്ചൊതുക്കുമ്പോൾ നോ, ദൈവത്തിൻ്റെ തിരുവചനം അതിനെയെല്ലാം പൊട്ടിച്ച് എന്നെ ഉയരങ്ങളിൽ തന്നെ ഇരുത്തി നടത്തുമാറാക്കുന്ന ഈ നല്ല കർത്താവിനെ ആർപ്പോടെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഏതാണ്ടൊക്കെ സംഭവിക്കുന്ന പോലെ തോന്നും. എവിടാണ്ടൊക്കെ ഒന്ന് മുറിഞ്ഞ് മാറി എന്തൊക്കെയോ ഒന്ന് സംഭവിച്ച് ഇവിടുന്ന് സഞ്ചരിക്കാം. ആത്മാവിൽ നിനക്ക് പോകാം. ആത്മാവിൽ നിനക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിന്റെ ഭവനത്തിലേക്ക് ചെല്ലാം. പ്രതിസന്ധികളെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പ്രതിസന്ധി നടക്കുന്ന ഓഫീസിൽ ഇന്ന് ഞായറാഴ്ച ഓഫീസ് അവധിയായിരിക്കും. സ്വർഗം അവധി അല്ലെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഞായറാഴ്ച അവിടെ വർക്കിംഗ് ഇല്ല, പക്ഷെ ആത്മാവ് ഞായറാഴ്ചയും വർക്കിംഗ് ആയതുകൊണ്ട് മാത്രമല്ല, നിന്നിലെ പുതിയ മനുഷ്യൻ ഞായറാഴ്ചയും വർക്കിംഗ് ആയതുകൊണ്ട് അത് ആത്മാവിൽ നിറഞ്ഞ് സഞ്ചരിക്കും. നമ്മളിങ്ങനെ വായിക്കുന്നു, ആത്മാവിൽ ജനിച്ചവൻ കാറ്റ് പോലെയാണ്. പറഞ്ഞാട്ട്, കാറ്റിന്റെ പ്രത്യേകത എങ്ങനെയാണ്? തടസ്സം വരുമ്പോൾ അത് എന്ത് ചെയ്യും? ഒരു ഷൂളവും കൂടെ അടിക്കും. അങ്ങനല്ലേ? നിങ്ങൾ കാറ്റിൽ വല്ലതും കൊണ്ടൊന്ന് പിടിച്ചു നോക്കി. അതാണ് നീയും ഞാനും. നമ്മുടെ അകത്തുള്ളവൻ അതാണ്. നമ്മുടെ ഉള്ളിലുള്ളവനെ ഒന്ന് തിരിച്ചറിയുവാൻ, ഒന്ന് ഒഴുകുന്ന പാർട്ടിയാന്നേ. ഹല്ലേലൂയ. വീശി അടിക്കുന്ന പാർട്ടിയാ. എല്ലാവരും ഒന്ന് കരങ്ങൾ തട്ടി വായി തുറന്ന് ഓ സ്തോത്രം. പൗലോസ് പറയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. ഈ ഗ്ലോറിയസ് ക്രൈസ്റ്റ്, ഈ വീണ്ടെടുക്കപ്പെട്ടവൻ നിങ്ങളുടെ അകത്തിരിക്കുക. അവനെ ഞങ്ങൾ അറിയിക്കുക. എന്തിനാ? നിങ്ങൾ തികവുള്ളവരാകാൻ. നമ്മുടെ അകത്തുള്ള ഈ വീണ്ടെടുക്കപ്പെട്ട പുതുജനനം പ്രാപിച്ച പുതിയ സൃഷ്ടിയെ അറിയണം. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ പുതിയ സൃഷ്ടിയെ അറിയണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ
അതിനു മുമ്പ് പൗലോസ് പറയാണ്, ഞാൻ ഇനി ആരെയും ജഡപ്രകാരം, ക്രിസ്തുവിനെ പോലും ജഡപ്രകാരം അറിയുന്നില്ല, എന്നെയും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല. ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. എന്നെക്കുറിച്ച് ഞാൻ പറയും, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമായിരുന്നു, അതായിരുന്നു, അല്ലെ വേറൊരാൾ പറഞ്ഞ് ഞാൻ എവിടെ ചെന്നൊട്ടാലും പരാജയമാ, ഞങ്ങളുടെ വീട്ടുകാർക്ക് മുൻകോപമാ. കൈകൊടുത്ത് പറ, പഴയ മനുഷ്യന്റെ കാര്യം പറയാതെ. സ്തോത്രം. വേടത്ത് പൗലോസ് തന്നെക്കുറിച്ച്, തൻ്റെ പുതുമനുഷ്യനെ കുറിച്ച് 2 കൊരിന്ത്യർ 12 പറയാണ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. എന്നെ അറിയുന്നല്ല, പിന്നെ അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആ ശരീരം അന്ന് കൊണ്ടുപോയോ ഇല്ലയോ എന്ന് അറിയാൻ മേല, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പെട്ടി എടുത്തോന്ന് അറിയാൻ മേലെന്ന് പറയുന്ന പോലെ ശരീരത്തോട് പറഞ്ഞ്, നിന്നെ വേണേ ഞാൻ കൊണ്ടുപോകും, വേണ്ടേ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞാട്ടെ. ആഹാ, ആ ശരീരത്തിൻ്റെ ചെവിക്കൊന്ന് പിടിച്ചിട്ട് പറയാം, കളിക്കുന്നോ എന്നോട്, എന്നെ താക്കാൻ നോക്കുന്നു, നിന്റെ വിഷയങ്ങൾ പറഞ്ഞ് എന്നെ കൊഞ്ഞനം കാണിക്കുന്നു, എന്നെ നീ എന്ത് ചെയ്യാന്? നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ മക്കളെ, ജയാളികളായ ദൈവത്തിൻ്റെ മക്കളെ, സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഓ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വളരെ നല്ല ഒരു സന്ദേശം നമ്മൾ കേട്ടു. നമ്മളാരും ചെറിയവരല്ല, നമ്മൾ വിലപ്പെട്ടവരാ. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. അതുകൊണ്ട് വചനം പറയുന്നു, അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എൻ്റെ നാവ് കൊണ്ട് ഞാൻ വേണ്ടാത്തത് പറയാതെ, എൻ്റെ വായിൽ നിന്ന് സ്തോത്രവും സ്തുതിയും വെളിയിൽ വന്നാൽ, ഞാൻ എൻ്റെ നാവ് കൊണ്ട് ആരാധിച്ചാൽ, ഞാൻ പറയാം, ആ അപ്പോസ്തലന്മാർ ആ കാരാഗൃഹത്തിൽ കിടന്ന് അവരുടെ നാവ് കൊണ്ട് അവർക്ക് വേണമെങ്കിൽ പിറുപിറുക്കാം, ദൈവത്തോട് പരാതി പറയാം, പരസ്പരം പരാതി പറയാം. എന്നാൽ ആ ദൈവദാസന്മാർ ആ തടവറയിൽ കിടന്നുകൊണ്ട് അവർ ആരാധിച്ചു. അതിൻ്റെ മധ്യത്തിലാണ് അവർ അത്ഭുതങ്ങൾ കണ്ടത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, നമ്മുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രം പറയുക. നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ആശ്വാസം വരണം, സമാധാനം വരണം, അവരുടെ ഉള്ളിൽ വലിയ പ്രത്യാശ ഉണ്ടാകാൻ ഇടയാകണം. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിലെ പ്രതികൂലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പരസ്പരം പഴിചാരരുത്. ഭാര്യ ഭർത്താവിനെയോ, ഭർത്താവ് ഭാര്യയോ, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളെയോ, നമ്മുടെ ബന്ധുക്കളെയോ ഒന്നും നമ്മൾ പഴിചാരണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് നല്ലത് പറയുക. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായും ശാരീരികമായും പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന അനേകർ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുടെ മേൽ വിടുതൽ ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ സൗഖ്യം വരട്ടെ. ശരീരങ്ങളിൽ ഇപ്പോൾ തന്നെ ജീവൻ വ്യാപരിക്കട്ടെ. എല്ലാ വേദനകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ തന്നെ തുടരണം യേശുവിൻ്റെ നാമത്തിൽ. സാമ്പത്തികമായിട്ടുള്ള വലിയ വിടുതലുകൾ ഇവരുടെ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ. ഇവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരം നീട്ടി അത്ഭുതം കർത്താവ് ചെയ്തിരിക്കാൻ നന്ദി. വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നാളെ വീണ്ടും കാണാം. കർത്താവ് തൻ്റെ കൃപയെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.